അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസ്സോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. നമുക്കറിയാം, മുസ്ലിം ഉമ്മത്തിന്റെ അതിപ്രധാന ദിവസമാണ് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ചയോട് അനുബന്ധമായി വ്യാഴാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ചയുടെ പല കർമ്മങ്ങളും ഇസ്ലാമിക ശരീഅത്തിൽ കാണപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ചയോടനുബന്ധമായുള്ള പല സുന്നത്തുകളും വ്യാഴാഴ്ചയിൽ ചെയ്യാവുന്നതാണ്. ഉദാഹരണം, വൃത്തിയാവല്, നഖമുറിക്കല്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധമായി വരുന്ന കാര്യങ്ങൾ. വ്യാഴം അസ്തമയത്തോടുകൂടെ വെള്ളിയിൽ പ്രവേശിക്കുന്നു എന്നാൽ പോലും വ്യാഴം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തെ വെള്ളിയാഴ്ചയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മഹാന്മാരായ സുഫിയാക്കളും പണ്ഡിതന്മാരും അവർ പഴയ കാലത്ത് നടത്തിയിരുന്ന ദർസുകളിൽ വെള്ളിയാഴ്ചയുടെ ഒരുക്കത്തിന് വേണ്ടി വ്യാഴം ഉച്ച കഴിഞ്ഞ് മുതൽ അവധി കൊടുക്കുമായിരുന്നു. അത് വെള്ളിയാഴ്ചയുടെ ഉള്ള ഒരു പ്രാധാന്യവും പരിഗണനയുമാണ്. വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും വ്യാഴാഴ്ചയിൽ ചെയ്യുക എന്നത് പണ്ഡിതന്മാരും പഴയ കാലത്ത് സുഫിയാക്കളും മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാരണവന്മാരടക്കം. ഞാൻ വിശദീകരിക്കുന്നില്ല. വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ജുമുഅ നിസ്കാരമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ജുമുഅ നിസ്കാരം, വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരം പരിശുദ്ധമായ ഖുർആൻ അതേലേക്കുള്ള ക്ഷണം വളരെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നിടത്ത് വെള്ളിയാഴ്ചയിൽ ജുമുഅ മാത്രമല്ല, ജുമുഅയ്ക്ക് കൊടുത്തിരിക്കുന്ന അതേ പ്രാധാന്യത്തിൽ തന്നെ, അല്ലെങ്കിൽ വലിയ ഗൗരവത്തോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പ്രാധാന്യം കൊടുത്ത മറ്റൊരു അമലും നമുക്ക് കാണാൻ കഴിയും. അത് വെള്ളിയാഴ്ച മാത്രമല്ല ആ അമലുള്ളത്, ജുമുഅയെ പറയുന്നതിന്റെ കൂടെ തന്നെ ആ അമലിനെയും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ പ്രതിപാദിക്കുന്ന ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു വരാം. ഇന്നത്തെ ക്ലാസ് അത് സംബന്ധമായാണ്. അല്ലാഹു തആല നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലുകളിലും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. സൂറത്ത് ജുമുഅയുടെ ആയത്തിലേക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. സൂറത്തുൽ ജുമുഅയുടെ ആയത്തുകളാണ് ഈ ഓതിയത്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു തആല, അതായത് ഇപ്പൊ നമ്മൾ ഓതിയ 2 ആയത്തുകളിലായി അല്ലാഹു തആല 5 കൽപ്പനകളാണ് പറയുന്നത്. 5 കൽപ്പനകൾ. ആ 5 കൽപ്പനകൾ 5 അമലുകളാണെന്ന് പരിഗണിക്കാം. അതിൽ ഒന്നാമത്തെ കൽപ്പന, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് എന്നതാണ് ഒന്നാമത്തെ കൽപ്പന. വെള്ളിയാഴ്ച ജുമുഅയ്ക്കുള്ള വിളംബരം ആദ്യത്തെ ബാങ്കിലൂടെ കേട്ടുകഴിഞ്ഞാൽ, ആദ്യത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ നാം ഇന്ന് കേൾക്കുന്ന ആദ്യത്തെ ബാങ്കിൽ കേട്ടാൽ അത് ആ സമയം ആയി എന്ന് ബോധ്യപ്പെടുത്തലാണ്. യഥാർത്ഥത്തിൽ ആ ബാങ്ക് രണ്ടാമത് സ്ഥാപിതമായതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. സാധാരണ ളുഹറിന് വിളിക്കുന്ന ബാങ്ക് ആ ടൈമിൽ തന്നെ വെള്ളിയാഴ്ച വിളിക്കുന്നത് രണ്ടാമത് സ്ഥാപിതമായിട്ടുള്ള ബാങ്ക്. കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ബാങ്ക് അത് ജുമുഅയുടെ സമയം ആയി എന്ന് നമ്മെ വിളിച്ചറിയിക്കാണ്. ആ വെളിപ്പാട് എത്തിക്കഴിഞ്ഞാൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, അത് പള്ളിയിൽ ബാങ്ക് വിളിച്ചും അല്ലാതെയും ആ സമയം നമുക്ക് ബോധ്യമായാൽ എന്നർത്ഥം. സാധാരണ ളുഹറിന് ബാങ്ക് വിളിക്കുന്ന ടൈം എത്തിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണല്ലോ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, ഒന്നാമത്തെ കൽപ്പന വന്നു.
പിന്നെ ഒട്ടും നേരം വൈകല്ലേ, നേരത്തെ മുതൽ പള്ളിയുമായി ബന്ധപ്പെടണം. അതിന് പല നിലക്കുള്ള പ്രതിഫല വ്യത്യാസങ്ങളുണ്ട് എന്നും പ്രതിഫലം കൂടുതൽ കിട്ടാൻ നേരത്തെ പോകണം എന്നും ഒക്കെ പറയുന്നോടത്തുനിന്ന് ഈ വാങ്ക് വിളിക്കണ നേരം വരെ ആയിട്ടും ഇനിയും ഒരുക്കങ്ങൾ കഴിഞ്ഞില്ലേ, ആ വാങ്കിന്റെ നേരം ആയി കഴിഞ്ഞാൽ ഫസ്ഔ, നിങ്ങൾ വേഗത്തിൽ പോകണം ഇലാ ദിക്രില്ലാ, ജുമുഅ നിസ്കാരത്തിലേക്ക്. അത് അല്ലെങ്കിൽ ഖുതുബ കേൾക്കാനായി. ഖുതുബ ആദ്യം നേരത്തെ പോയി ആദ്യം മുതൽ കേൾക്കണം. 2 റക്അത്തിന്റെ സ്ഥാനത്താണ് ഖുതുബ. അപ്പോ ആണുങ്ങളോടാണ് ആ പ്രയോഗമുള്ളത്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. അപ്പൊ ജുമുഅ നിസ്കരിക്കാൻ വേഗത്തിൽ പോവണേ എന്ന പ്രയോഗമാണ് ഒന്നാമത്തെ കൽപ്പന. 5 കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞു ഈ 2 ആയത്തിൽ. രണ്ടാമത്തെ കൽപ്പന വദറുൽ ബൈഅ, കച്ചവടങ്ങളൊക്കെ നിർത്തിവെക്കണേ. അപ്പൊ 2 കൽപ്പനയായി. ഇത് ജുമുഅ നിസ്കാരത്തിന് മുമ്പുള്ള 2 കൽപ്പന. ജുമുഅ നിസ്കാരത്തിലേക്ക് വേഗത്തിൽ പോവാൻ, അതിനോടനുബന്ധമായ കച്ചവടങ്ങൾ നിർത്താം, ഈ 2 കൽപ്പനകൾ. ഇനി ജുമുഅ നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ബാക്കി 3 കൽപ്പനകൾ പറയാം. അതാണ് ഈ 2 ആയത്തുകൾ നമ്മുടെ മുന്നിൽ ജുമുഅയുമായി ബന്ധപ്പെടുത്തി വെള്ളിയാഴ്ചയിലെ പ്രധാന അമലുകളായി ഈ 5 കാര്യങ്ങളെ പറയുന്നത്. ജുമുഅയെ പരിഗണിച്ചുകൊണ്ട് കച്ചവടം നിർത്തൽ ഒരു അമലാണ്. ജുമുഅയെ പരിഗണിച്ചാൽ അതൊരു അമലാണ്. ജുമുഅയ്ക്ക് നേരത്തെ പോവുക എന്നത് മറ്റൊരു അമലാണ്. ഇത് രണ്ടും ഇനി ആയത്ത് കേട്ടോളൂ. ഫഇദാ ഖുളിയത്തിസ് സ്വലാഹ്, ജുമുഅ നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇനി 3 കൽപ്പനകൾ പറയുന്നു. ഫാതശിറു ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ പരന്ന് തേടണം. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ പരന്ന് തേടണം. അതൊരു കൽപ്പന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കൽപ്പന നമ്മോട് പറഞ്ഞാൽ നമ്മൾ അത് അനുസരിക്കുക എന്നത് നമ്മുടെ അമലാണ്. ഭൂമിയിലൂടെ നിങ്ങൾ പരന്ന് തേടണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യമാകുന്ന സ്വയം തൊഴിലുകളെ, ജീവിത മാർഗങ്ങളെ നിങ്ങൾ തേടണം. ഒരു അന്വേഷണം വേണം, അതൊരു അമല്. എന്തന്വേഷണം? നിങ്ങൾക്ക് പറ്റിയ ജോലി, കുടുംബം പുലർത്താൻ പറ്റിയ വഴികൾ. നിങ്ങൾ ജുമുഅ നിസ്കാരം എന്ന് പറഞ്ഞ പള്ളിയിൽ മാത്രം ഇരിക്കാതെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അമല് എന്ന നിലയിൽ നിങ്ങൾക്ക് ജോലിയും കുടുംബം പുലർത്താനുള്ള വഴികളും തേടാം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, 4ാമത്തെ കൽപ്പന. തൊഴിൽ തേടുക എന്നത് 3ാമത്തെ കൽപ്പന. 4ാമത്തെ കൽപ്പന നിലവിൽ നിങ്ങളുടെ വരുമാന മാർഗവും ജീവിത മാർഗങ്ങളും എന്തൊക്കെയുണ്ടോ അതിൽ നിങ്ങൾക്ക് വ്യാപൃതരാവാം, 4ാമത്തെ കൽപ്പന. 5ാമത്തെ കൽപ്പന വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇതൊക്കെ ഒരു ഇലാഹി ബോധത്തോടുകൂടെ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണെന്ന ബോധത്തോടുകൂടെ, ഒരു ദിക്റിന്റെ മൈൻഡിൽ, ആ ഒരു വിചാരത്തിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ഒറ്റ വാക്കിൽ പറയാം, ഈ 2 ആയത്തുകൾ ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 കൽപ്പനകൾ പറഞ്ഞതാണ്. 1ാമത്തെ കൽപ്പന പറഞ്ഞിരിക്കുന്നത് ജുമുഅയുടെ സമയമാവുമ്പോഴേക്കും ധൃതിയിൽ തന്നെ പള്ളിയിലെത്തണം, വൈകാൻ പാടില്ല. അതാണ് 1ാമത്തെ കൽപ്പന. 2ാമത്തെ കൽപ്പന ജുമുഅയോടനുബന്ധമായി നമ്മളുടെ ഭൗതിക ലാഭങ്ങളായ കച്ചവടങ്ങളും മറ്റും നിർത്തിവെക്കുക എന്നത് അല്ലാഹ് കൽപ്പിച്ചതാണ്. അനുസരിച്ചാൽ കൂലി കിട്ടും, അതൊരു അമലാണ്. അത് 2ാമത്തെ കൽപ്പന. 3ാമത്തെ കൽപ്പന ജുമുഅ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിത മാർഗങ്ങളെ അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ കിട്ടും. അത് ജീവിതമാർഗം ഒന്നും നിലവിൽ ഒരു ജോലിയും പണിയില്ലാത്ത ആൾക്കാരോടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ജീവിതമാർഗം തേടാൻ പറ്റിയ നല്ലൊരു സമയമാണത്. 3ാമത്തെ കൽപ്പന ജീവിതമാർഗം തേടാനായി നിങ്ങൾ വ്യാപിക്കുക. 4ാമത്തെ കൽപ്പന നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത മാർഗത്തിൽ നിങ്ങൾക്ക് തുടരാം, അതാണ്. നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് പോവാം. 5ാമത്തെ കൽപ്പന ഇതിനെയെല്ലാം നമ്മൾ ഒരു ദിക്റിന്റെ ചിന്തയിൽ, ഒരു മൈൻഡിൽ ഇതെല്ലാം ഏറ്റെടുത്താൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കും. അങ്ങനെ ഒരു ഏറ്റെടുക്കാനുള്ള ഒരു ബോധം, ദിക്റിന്റെ മൈൻഡ് വരിക, ഇതാണ് 5ാമത്തെ കൽപ്പന. അപ്പൊ ഇതൊക്കെ അമലാണെന്ന് ചുരുക്കം. വെള്ളിയാഴ്ചയിലെ ജുമുഅയുടെ പ്രാധാന്യത്തിന് ഇസ്ലാമിക ശർഅ് കൊടുക്കുന്ന അതേ പരിഗണന തന്നെയാണ് നമ്മുടെ കുടുംബം പുലർത്താനുള്ള തൊഴിൽ തേടുകയും കുടുംബം പുലർത്തുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ചയിലെ ജുമുഅയുടെ പ്രാധാന്യം എന്തോ അത് തന്നെയാണ് പരിശുദ്ധ മതം കുടുംബം പുലർത്താൻ വേണ്ടി നൽകിയിരിക്കുന്ന പരിഗണന എന്നത്. കുടുംബം പുലർത്തുക എന്നത്, കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോവുക എന്നത്,
അതിലൂടെ കിട്ടുന്ന വരുമാനം, ഹലാലായ വരുമാനത്തെ കുടുംബം പുലർത്താൻ ഉപയോഗിക്കുക എന്നത് വലിയ അമലായി കാണുന്നു. അത് വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ മെസ്സേജാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനേറെ നിസ്കാരത്തിൽ പോലും നിയന്ത്രണം, സമയത്തെ നിയന്ത്രിക്കാൻ ആയത്ത് വന്നിട്ടുള്ളത് ജോലിക്ക് പോകുന്ന ആളെ പരിഗണിച്ചിട്ടാ. കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോകുന്നവനെ പരിഗണിച്ചുകൊണ്ടാണ് നിസ്കാരത്തിൽ പോലും ആയത്തിന്റെ ദൈർഘ്യതയിൽ റക്അത്ത് നീണ്ടുപോവാതെ നിയന്ത്രണം വെച്ചു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാറ അലിമ അൻ ലം തുഹ്സൂഹു ഫതാബ അലൈക്കും ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم استغفر الله العظيم. എന്തായി പറഞ്ഞത്? ഈ ആയത്തിലൂടെ സുബ്ഹി നിസ്കാരത്തിന്റെ നിയന്ത്രണം, വലിയ വലിയ സൂറത്തുകൾ ഓതിയാൽ ജോലിക്ക് പോകുന്ന ആളുകളും യുദ്ധത്തിന് പോകുന്ന ആളുകളും യാത്രക്കാരും ഒക്കെ നിങ്ങളുടെ മഅ്മൂമായി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവനെ പരിഗണിക്കണം. യുദ്ധത്തിന് നേരത്തെ പോകുന്നവരാണെങ്കിൽ അവരെ പരിഗണിക്കണം. അത് യുദ്ധമൊക്കെ സാർവത്രികമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനൊരു നിയമം ഉണ്ടായിരുന്നപ്പോൾ, യുദ്ധ നിയമങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവരെ പരിഗണിക്കണം. യാത്ര പോകുന്നവനെ പരിഗണിക്കണം, രോഗിയെ പരിഗണിക്കണം, വൃദ്ധനെ പരിഗണിക്കണം. ഫഖറഉ മാ തയസ്സറ മിൻ, ഖുർആനിൽ അല്പം ഓതിയാലും നിസ്കാരത്തെ സമയബന്ധിതമായി പൂർത്തീകരിക്കണേ, ഈ പറയപ്പെട്ട എല്ലാവരും പരിഗണിക്കാൻ വേണ്ടി. അപ്പോ ജോലിക്ക് പോകുന്നവൻ, കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോകുന്നവനെ അള്ളാഹുവിന്റെ ഖുർആൻ പരിഗണിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. കാരണം കുടുംബം പുലർത്താൻ വേണ്ടി ഒരാൾ ജോലിക്ക് പോവുക എന്നത് വലിയ പുണ്യമാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന്. കുടുംബം പുലർത്താൻ വേണ്ടി ഒരു ജോലി തേടി പോവുക, ത്വലബു കസ്ബിൽ ഹലാൽ, ഒരു ഹലാലായ ജോലി തേടി പോവുക എന്നത് ഫരീളത്തും ബഅദ ഫരീള. നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, സകാത്ത് പോലെ നമുക്ക് നിർബന്ധമായ ഒരു ഫർളായ അമലാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലില്ലായ്മയും ഒക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വലിയ വിലയുള്ള കാര്യങ്ങളാ, ഗൗരവ. തൊഴിലില്ലായ്മയെ കുറിച്ച് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിൽ അന്ന് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്ന ഹദീസിലുള്ളത്. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മിമ്പറിന്റെ പടവിൽ നിന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം തൊഴിലില്ലായ്മയുടെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ സംഭവം പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന മഹാനായ ലോകത്തിന്റെ ചക്രവർത്തി തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ, സുലൈമാൻ നബി അലൈഹിസ്സലാം തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന നേരത്തും ബൈത്തുൽ മുഖദ്ദസിന്റെ അനുഗ്രഹീതമായ പടവുകളിൽ, മിമ്പറിന്റെ പടവുകളിൽ നിന്നുകൊണ്ട് മഹാനവറുകൾ നെയ്ത്തോല വെച്ചുകൊണ്ട് നെയ്തെടുക്കുന്ന കുട്ടയും വട്ടിയും ഒക്കെ നിർമ്മിക്കുന്ന മുറവും പനമ്പും ഒക്കെ നിർമ്മിക്കുന്ന നെയ്ത്ത് ഓല കൊണ്ട് തന്നെ മഹാനവറുകൾ എന്തൊക്കെയോ വട്ടി പോലെ കുട്ട പോലെ ഉള്ള ഉപകരണങ്ങൾ നെയ്തുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് പറയുമ്പോഴും ഒരു കൈത്തൊഴിലിലൂടെ മഹാനവറുകൾ തൊഴിലില്ലായ്മയെ കുറിച്ച് ബോധവൽക്കരണം നടത്തായിരുന്നു. അത്രത്തോളം അള്ളാഹുവിന്റെ ദീനിൽ ഇതേക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സംഭവം ഞാൻ പറയാം. മഹാന്മാരായ സ്വഹാബത്ത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒരിക്കലും ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് സംസാരിക്കാണ്. പെട്ടെന്ന് ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ അവരുടെ ഇടയിലേക്ക് വന്നു. അവരെ ശ്രദ്ധിച്ചു. ഈ വന്നിരിക്കുന്ന ആഗതനെ സ്വഹാബികൾ ശ്രദ്ധിച്ചു. നല്ല ചെറുപ്പക്കാരൻ,
നല്ല കായികക്ഷമതയുള്ള ശരീരം, അദ്ദേഹത്തിന്റെ ചുറുചുറുക്കും രക്തത്തിളപ്പും അദ്ദേഹത്തിന്റെ ഉത്സാഹവും അദ്ദേഹത്തിന്റെ ആർജവവും അദ്ദേഹത്തിന്റെ യൗവനവും സ്വഹാബികളെ അത്ഭുതപ്പെടുത്തി. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, നല്ല കായിക ശേഷിയുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ വന്നിറങ്ങി. അദ്ദേഹത്തിന്റെ കഴിവും മികവും ഒക്കെ കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബത്ത് ഇങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ നമ്മളൊക്കെ അള്ളാന്റെ ദീനിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധത്തിനും മറ്റുമൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാനും ഏതെങ്കിലും പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനും മറ്റു ശാരീരികമായുള്ള അധ്വാനം എന്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് സേവനങ്ങൾ ചെയ്യുന്നു, ആ സേവനങ്ങൾക്ക് പോകുമ്പോൾ ഒരു രോഗിയെ എടുത്തുയർത്തി ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്നതും ശരീരം കൊണ്ട് ചെയ്യുന്ന സേവനമാണ്. ഒരു വഴി പ്രശ്നമായി കിടക്കുന്ന ഭാഗത്ത് റോഡ് നന്നാക്കി കൊടുക്കുന്ന ശാരീരികമായ അധ്വാനം, അതൊരു വലിയ അമലാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും പാവങ്ങൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുക, അങ്ങനെ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ പറ്റുന്ന ആ അമല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് ആവശ്യമായ ചുമട്ട് സാധനങ്ങൾ ചുമന്നുകൊണ്ടുപോയി കൊടുക്കുക എന്നത് ഒരു അമലാണ്. ഇങ്ങനെ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ പറ്റുന്ന ആരോഗ്യപരമായ വിഷയങ്ങൾ നമ്മൾ സ്വഹാബികൾ ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുമ്പോ ആ സേവനങ്ങളിൽ ഇത്ര വലിയ പ്രസരിപ്പുള്ള യൗവനമുള്ള ഈ ചെറുപ്പക്കാരനും നമ്മുടെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ എന്ന് സ്വഹാബികൾ ഇങ്ങനെ പറയാം. ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ കാര്യത്തിന്, അങ്ങനത്തെ ശാരീരികമായ അധ്വാനങ്ങൾക്ക് ഒരു വലിയ സഹായമാവും. അദ്ദേഹത്തിന് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത കൂലി കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് അങ്ങോട്ട് കടന്നു വരുന്നത്. ഹബീബായ നബി തങ്ങൾ കേട്ടുകൊണ്ട് കടന്നു വന്നു. ഫഖാല, ഹബീബായ നബി തങ്ങൾ സ്വഹാബികളോട് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, അവമാ ഫീ സബീലില്ലാഹി ഇല്ലാ കുല്ലു മൻ ഖാതല ഔ ഗസാ. സ്വഹാബികളെ, യഥാർത്ഥത്തിൽ യുദ്ധത്തിന് പോയാൽ മാത്രമാണോ ഒരു യോദ്ധാവിന്റെ കൂലി കിട്ടൂ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ? വാളെടുത്തുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയാൽ മാത്രമാണോ നിങ്ങൾക്ക് ഷഹീദിന്റെ പദവിയും അതുപോലെ തന്നെ യുദ്ധം ചെയ്ത അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത പദവിയും ഒക്കെ കിട്ടണമെങ്കിൽ യുദ്ധത്തിന് തന്നെ പോണമെന്നില്ല സ്വഹാബികളെ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സഅ അലാ നഫ്സിഹി ലിയഉഫഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വന്തം വിശപ്പടക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ സ്വന്തം ആത്മാഭിമാനത്തെ പിടിച്ചു നിർത്താൻ, ഇല്ലായ്മ പറഞ്ഞ മറ്റൊരാളുടെ മുന്നിൽ പോവാതിരിക്കാൻ എന്തൊക്കെ അധ്വാനം ഹലാലായ മാർഗത്തിൽ ഒരാൾ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നുവോ, ഇല്ലായ്മ പറഞ്ഞ മറ്റൊരാളുടെ മുന്നിൽ പോയി നാണം കെടാൻ പറ്റൂല. ഇത്തിരി പണി കൂടുതൽ എടുത്താലും വേണ്ടില്ല. അങ്ങനെ ഹലാലായ രീതിയിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ഏതൊരു അധ്വാനവും അള്ളാന്റെ മാർഗത്തിലെ ജിഹാദാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സഅ അലാ വാലിദൈഹി ലിയഉഫഹുമാ ഫഹുവ ഫീ സബീലില്ലാഹ്. ഒരാൾക്ക് സ്വന്തം അധ്വാനത്തിൽ ഒരു മിതമായ അധ്വാനത്തിൽ തനിക്ക് കഴിയാനുള്ളതും തന്റെ ചെലവിനുള്ളതും കിട്ടും. വാപ്പായും ഉമ്മായും രോഗിയ, കുറച്ചും കൂടി ഓവർ ടൈം പണിയെടുത്താലാണ് വാപ്പാനും ഉമ്മാനെയും കൂടി മരുന്നും ചികിത്സയൊക്കെ ആയിട്ട് ഒരു ഇത്തിരിയും കൂടി സമ്പാദിക്കാൻ പറ്റൂ എന്ന് തോന്നാണെങ്കിൽ വാപ്പാനും ഉമ്മാനെയും പരിപാലിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യാണല്ലോ. എന്റെ ഓവർ ടൈം പണി വാപ്പാടെ മരുന്നിനുള്ളതാണ്. ആ രീതിയിൽ ഒരാള് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരിഗണനയില് കുറച്ചും കൂടി കൂടുതൽ അധ്വാനിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, ആ അധ്വാനവും ജിഹാദാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളെ, മൂന്നാമതും ഒരു ജിഹാദുണ്ട്. വമൻ സഅ അലാ ഇയാലിഹി ലിയഉഫഹും ഫഹുവ ഫീ സബീലില്ലാഹ്. കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ, പെങ്ങന്മാരെ കല്യാണം കഴിച്ചയക്കാൻ, പെൺകുട്ടികളാ ഇതുപോലെ ഞാൻ ജോലിയെടുത്താൽ പോരാ, കുറച്ചുകൂടി കൂടുതലെടുത്താണ് എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും എന്റെ മക്കളുടെ വിവാഹത്തിനുമൊക്കെ എനിക്ക് പണം ഉണ്ടാക്കാൻ ഹലാലായ മാർഗാണ്. സാധാരണ പണിയെടുക്കുമ്പോൾ പണിയെടുത്ത കുടുംബം അങ്ങോട്ട് ജസ്റ്റ് കഴിഞ്ഞു പോവും. മക്കളെ കെട്ടിക്കാനും അവരുടെ വിവാഹത്തിനൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ പണം വേണം, സമ്പാദ്യം വേണം. ഹലാലായതാണ്ട് ഇതൊക്കെ ചർച്ച. എന്നാൽ ഞാനൊരു ഓവർ ടൈം പണി കൂടുതൽ എടുക്കണം, 2 മണിക്കൂർ എക്സ്ട്രാ പണിയെടുക്കണം, അല്ലെങ്കിൽ ഞാനൊരു ഇത്തിരി ഉറക്കൊഴിക്കണം. ആ രീതിയിൽ ഒരു ശരീരം കൊണ്ടുള്ള അധ്വാനവും അള്ളാന്റെ മാർഗത്തിലെ ജിഹാദാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഇതൊക്കെ വെള്ളിയാഴ്ചയിലെ ജുമഅക്ക് മതം കൊടുത്ത പരിഗണന പോലെ തന്നെ ഉള്ള പരിഗണനയാണ് കുടുംബം പുലർത്താനുള്ള ഈ അധ്വാനത്തിനും എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിലരൊക്കെ ഒരുപാട് ചെറുപ്പത്തിലെ കുടുംബം പുലർത്താൻ, വാപ്പ നേരത്തെ മരിച്ചോടത്ത് ഈ കാക്കമാരെ ഇറങ്ങി പണ്ടാ പ്രവാസിയായതിൻ്റെ ഒക്കെ
ആ ഒരു അനുഭവം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഫലം കൊണ്ടാണ് പെങ്ങന്മാരെ 4-5 പേരെ കെട്ടിച്ചും കുടുംബത്തിൽ തനിക്കായി ഒരു സമ്പാദ്യം ഉണ്ടായില്ല. തൻ്റെ പെമ്മക്കളെ പോലെ വാപ്പ ഇവിടെ എത്തിയമാക്കി ഉപേക്ഷിച്ചു പോയ എൻ്റെ പെങ്ങന്മാരെ ഞാൻ പോറ്റി വളർത്തി അവരെ കല്യാണം കഴിച്ചയച്ചു എന്ന് പറയുന്ന ഇക്കയുണ്ടല്ല, വല്ലിക്ക, ആ കുടുംബത്തിലെ ആ ഇക്കാക്ക, ആ ആങ്ങള, അദ്ദേഹം അള്ളാന്റെ മാർഗത്തിലെ ജിഹാദിലായിരുന്നു എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ചില ആൾക്കാരുണ്ട് ഓവർ ടൈം പണതോ നല്ല നെയ്യത്താവണം, നല്ല നെയ്യത്താവണം. ചിലര് വലിയ പൊങ്ങച്ചത്തിന് വേണ്ടി എന്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല. വലിപ്പം കാണിക്കാനല്ല നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ടത്. അള്ളാന്റെ പൊരുത്തത്തിൽ ഞാൻ കുറച്ച് ഹലാലായത് സമ്പാദിക്കാൻ തീരുമാനിച്ചു, നമ്മൾ നെയ്യത്ത് വെച്ചാൽ മതി. അല്ലാതെ എന്റെ അപ്പുറത്തെ വീട്ടുകാരൻ ഇന്നോവ കാർ മേടിച്ചു, എനിക്ക് ഒരു ഫോർച്യൂണർ വാങ്ങണം, അവനെക്കാളും വലിയവൻ ഞാനാണെന്ന് അറിയിക്കണം, അതിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ കുറച്ച് കൂടുതലായിട്ട് അധ്വാനിക്കുന്നു. ഹലാലായ മാർഗത്തിലാണെങ്കിൽ പോലും നിയ്യത്തതാണോ പൊങ്ങച്ചാണോ? ഹബീബ് പറയുന്നു ഫഹുവ ഫീ സബീലിശ് ശൈത്വാൻ, അവൻ പിശാചിന്റെ മാർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ഉള്ള സമ്പാദ്യങ്ങളും നമ്മുടെ അധ്വാനങ്ങളൊക്കെ അള്ളാന്റെ മാർഗത്തിലാവാൻ അങ്ങനെ ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നെയ്യത്തൊന്ന് പാളിയാൽ മതി, അത് ശൈത്താന്റെ മാർഗത്തിലേക്ക് പോകും. പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല, വലിപ്പം കാണിക്കാനല്ല, എന്റെ ഒരു ആത്മാഭിമാനത്തിന് അങ്ങനെ നെയ്യത്ത് ചെയ്തോ. ലിയഉഫ അലാ നഫ്സിഹി, എന്റെ ഒരു ആത്മാഭിമാനത്തിന്, എനിക്ക് പടച്ചോൻ തന്ന നിഅമത്താണ് എൻ്റെ അഭിമാനം, അതിന് ഒരു ഭംഗം വരാതെ എനിക്ക് ഇത്തിരി പണം വേണം, നല്ല നെയ്യത്താണ് ആയിക്കോട്ടെ, എനിക്ക് ഹലാലായ കുറച്ച് സമ്പാദ്യം വേണം, പടച്ചോൻ അത് നീയത്തിച്ചു തരണം. അല്ലാതെ അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റിയിൽ എനിക്ക് ഇന്നോവ കാർ ഉണ്ടെങ്കിൽ എനിക്ക് പ്രസിഡന്റ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പൊങ്ങച്ചം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവനേക്കാളും വലിയ ഒരു വാഹനം വാങ്ങണം എനിക്ക്, അങ്ങനെ മറ്റൊരാളെ തരം താഴ്ത്തി കെട്ടിയിട്ട് വലിപ്പം കാണിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യം, ആ അധ്വാനം ശൈത്വാന്റെ മാർഗമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. അൽഹാകുമുത് തകാസുർ, ഈ പൊങ്ങച്ചം നിങ്ങളെ തിരക്കിലാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ വലുതാവാൻ വേണ്ടിയിട്ടുള്ള ആ പൊങ്ങച്ചത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യന്മാരെ നിങ്ങളെ തിരക്കാക്കിയിരിക്കുക. നിങ്ങൾ എന്താ കാര്യം? നിങ്ങൾക്ക് പൊങ്ങച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിലെത്തുന്നവരെ ആ പൈശാചിക ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിൽ നെയ്യത്ത് മാറല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുടുംബത്തിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത് അള്ളാഹു പൊരുത്തപ്പെട്ട വലിയൊരു അമലാണ്. പക്ഷേ അർഹത ഉള്ള പോലെ ചെലവാക്കണം. അർഹതയില്ലാതെ കുടുംബത്തിന് എല്ലാ തോന്നിവാസങ്ങൾക്കും, എല്ലാ ഞായറാഴ്ച വൈകുന്നേരം സിനിമ കാണാൻ പോവാ, ഇത് അങ്ങനെയുള്ള ഒന്നുമല്ല ഈ പറയുന്നത്. അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായിരിക്കണം ചെലവ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ റബ്ബിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിയാൽ അവന്റെ ആയുസ് എങ്ങനെ ചെലവ് ചെയ്തു എന്ന് ചോദിക്കും. ഒരു ചോദ്യമുള്ളൂ, എങ്ങനെ ആയുസ് ചെലവാക്കി? നിന്റെ യൗവനത്തെ നീ എങ്ങനെ ചെലവ് ചെയ്തു ചോദിക്കും. ഒരു ചോദ്യമുള്ളൂ. നിന്റെ പണത്തെ നീ എങ്ങനെ ചെലവ് ചെയ്തു എന്നല്ല ചോദിക്കാം. നിന്റെ പണത്തെ നീ എങ്ങനെ സമ്പാദിച്ചു എന്നും ചോദിക്കും, എങ്ങനെ ചെലവ് ചെയ്തു എന്നും ചോദിക്കും. 2 ചോദ്യമാണ്. നിന്റെ അറിവിനെ നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കും. ഒറ്റ ചോദ്യമുള്ളൂ. നീ എങ്ങനെ പഠിച്ചു, എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നല്ല ചോദിക്കുക. നീ എങ്ങനെ അറിഞ്ഞു, അല്ല നീ എങ്ങനെ അറിഞ്ഞ കാര്യത്തിൽ നീ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഒറ്റ ചോദ്യമുള്ളൂ. പക്ഷെ പണം സമ്പാദിച്ചതും പണം ചെലവ് ചെയ്തതും 2 ചോദ്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വഹീഹ് മുസ്ലിം, പണം ചിലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ള 3 കാര്യങ്ങളുണ്ട്. പണം ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ള 3 കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണം ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ള കാര്യം, ആ കൂലിയുള്ള കാര്യങ്ങളിൽ കുടുംബത്തെ പുലർത്തലുണ്ട്. അതിന് വെള്ളിയാഴ്ചയിലെ ജുമഅക്ക് മതത്തിൽ ഉള്ള സ്ഥാനം ഏതുപോലെ ആ ഒരു പരിഗണനയിൽ ആ പ്രമാണങ്ങൾ ആ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പണം ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന 3 കാര്യങ്ങളുണ്ട്. സ്വഹീഹ് മുസ്ലിം അൻ നബി ഖിലാബത്ത് റളിയല്ലാഹു അൻഹു അൻ അസ്മാ റളിയല്ലാഹു അൻഹാ അൻ സൗബാൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, പണം ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ള 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. ഒന്നാമത്തേത് അഫ്ളലു ദീനാർ, ദീനാർ യുൻഫിഖുഹു റജുലു അലാ ഇയാലിഹി, പണം ചെലവാക്കിയാൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, അതിൽ തന്നെ ഒന്നാമത്തേത്
ഒരു മനുഷ്യൻ തന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് അരിയും ചുല്ലുവാനും വാങ്ങാൻ പലചരക്ക് കടയിൽ ചെലവ് ചെയ്ത പൈസക്കാണ് ഏറ്റവും കൂടുതൽ മഹത്വം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ചെലവാക്കൽ, ഏറ്റവും വലിയ സദഖ, ഏറ്റവും വലിയ ഹദിയ അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് പലചരക്ക് കടയിൽ ഇറച്ചി വാങ്ങാൻ, മീൻ വാങ്ങാൻ ഒക്കെ ചെലവ് ചെയ്ത പണം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ. നല്ല നെയ്യത്ത് വെക്കടോ. നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടി നമ്മൾ ചെലവ് ചെയ്യുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും കടയിലേക്ക് പോകുമ്പോൾ, പലചരക്കടയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മകന്റെ കയ്യിൽ കാശെടുത്ത് കൊടുക്കുമ്പോൾ, മോനെ നീ പോയി 1/2 കിലോ തക്കാളി വാങ്ങാ, തക്കാളിക്കൊക്കെ സ്വർണത്തെക്കാളും വില കൂടിക്കൊണ്ടിരിക്കുക. അത്രത്തോളം സാധനങ്ങൾക്ക് ഓരോ ഐറ്റവും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുക. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പൈസ കൊടുക്കുമ്പോ നെയ്യത്ത് വെക്ക് സഹോദര, നെയ്യത്ത് വെക്ക് സഹോദരി. കുട്ടികളെ കടയിലേക്ക് പറഞ്ഞയക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ, പടച്ചോനെ ഞാൻ ഇവിടെ കൊടുക്കാൻ പോണ പൈസ, നിന്റെ റസൂല് പറഞ്ഞത് ഏറ്റവും നല്ല പണം എന്നാ പറഞ്ഞത്. അതായത് പണം ചെലവാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ള കാര്യത്തിനാണ് ഞാൻ ചെലവാക്കാൻ പോണത്. അല്ലാഹ് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉജാല വാങ്ങാൻ, വെള്ള ഡ്രസ്സിന് മുക്കാൻ ഉജാല വാങ്ങാൻ, അലക്കാനുള്ള സോപ്പ് വാങ്ങാൻ, സോപ്പ് പൊടി വാങ്ങാൻ, കുളിക്കാനുള്ള സോപ്പ് വാങ്ങാൻ, പേസ്റ്റ് വാങ്ങാൻ, ഇതൊക്കെ കൂലി കിട്ടുന്ന കാര്യ. വെള്ളരിക്ക, തക്കാളി, മുരിങ്ങാക്കോല് ഒക്കെ വാങ്ങും. നമ്മൾ എത്രയാ പൈസ ചെലവാക്കുക. ആരെങ്കിലും നെയ്യത്ത് വെക്കാറുണ്ടോ ഇതിന് കൂലി കിട്ടണം? എത്ര വലിയ അമലായത്. ജുമുഅ നിസ്കാരത്തിന് ഈ മതത്തിൽ വെള്ളിയാഴ്ച പള്ളി പോവാ എന്നതിന് ഈ മതത്തിൽ കൊടുത്തിരിക്കുന്ന അതേ പരിഗണന തന്നെ ആയത്തുകളുടെ ക്രോഡീകരണത്തിൽ, പദക്രമീകരണത്തിൽ നമുക്ക് ഈ ഒരു കാര്യത്തിനും ആ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ആ ഒരു പരിഗണന ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. നെയ്യത്ത് വെക്കണം, പടച്ചോനെ എനിക്ക് കൂലി കിട്ടണം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ. ജിഹാദിന്റെ കൂലിയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചുരുക്കുകയാണ്, പണം ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ള 3 കാര്യങ്ങൾ. പണം ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, തന്റെ കുടുംബത്തിന് വേണ്ടുന്ന പലചരക്ക് വാങ്ങാൻ പോകുമ്പോൾ, അരിയും ചുല്ലുവാനും വാങ്ങാൻ പോകുമ്പോൾ, വീട്ടാവശ്യത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്ന ഭക്ഷണത്തിനോ പലഹാരങ്ങൾ വാങ്ങാനോ ഒക്കെ ആയിട്ട് ചെലവ് ചെയ്യുന്ന പണമാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ പണം ചെലവാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് പടച്ചോന്റെ മാർഗത്തിലുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി വരുന്ന വഴിച്ചെലവ്. പടച്ചോന്റെ മാർഗത്തിലാവണം യാത്ര. ഉദാഹരണം, ഒരു സിയാറത്തിന് പോയി മഹാന്മാരായ പണ്ഡിതന്മാരെ കാണാൻ ഒരു ഉഖ്റവിയായ ആലിം ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ, സാന്ദർഭികമായി പറയാം, ഒരു ഉഖ്റവിയായ ആലിം ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ നമ്മൾ സന്ദർശിക്കാൻ പോയാൽ 1000 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖ്റവിയായ ആലിമിനെ കാണാൻ വേണ്ടി നമ്മൾ ഒരു യാത്ര പോയാൽ, ആ യാത്ര പോകുന്ന ജോലിക്ക് കിട്ടുന്ന, ആ യാത്ര പോവുക എന്ന പ്രവൃത്തിക്ക് കിട്ടുന്ന കൂലി 1000 ഷഹീദിന്റെ കൂലി. അതുപോലെ 1000 ഷഹീദിന്റെ കൂലി കിട്ടുന്ന മറ്റൊരു അമലാണ് ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യൽ. നമ്മൾ അതിനു വേണ്ടി ചെലവ് ചെയ്യുന്ന പണം വേണ്ട ഉംറക്ക് പോകുന്നു, അള്ളാന്റെ മാർഗത്തിലുള്ള യാത്രയാണ്. ഹജ്ജിന് പോകുന്നു, അള്ളാന്റെ മാർഗത്തിലുള്ള യാത്രയാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കാര്യത്തിന് പോകുന്നു, അമലായി വരുന്ന ഏത് കാര്യത്തിനും യാത്ര ചെയ്യുന്നു, അതിൽ നമ്മൾ ചെലവ് ചെയ്യുന്ന പണം ഏറ്റവും നല്ല പണമാണെന്ന്, ഏറ്റവും കൂലിയുള്ള കാര്യമാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേതാ. മൂന്നാമത്തേത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണിത്. തന്റെ കൂടെയുള്ളവർക്ക്, തന്റെ സഹപ്രവർത്തകർക്ക് ഒരു നല്ല ഭക്ഷണം ചെലവ് ചെയ്യാൻ, താൻ അതിനു വേണ്ടിയിട്ടൊരു പാർട്ടി ഒരുക്കുന്നുവെങ്കിൽ ഒരു നല്ല ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. ആർഭാടല്ല, അനാവശ്യമല്ല, നല്ല രീതിയിൽ നല്ലൊരു സന്തോഷത്തിന് ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. അല്ലെങ്കിൽ ജുമാസ്കാരം കഴിഞ്ഞപ്പോ കൂട്ടുകാരനെ കണ്ടു, എടാ നീ ഗൾഫിലായിരുന്നല്ലോ, കുറെ നാളായല്ലേ നീ നാട്ടില് ഉണ്ടായിട്ട്, നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് കുറെ നാളായില്ലേ, ഇന്ന് ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, വായോ. വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. വേണ്ട, ദറസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്താൽ, ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വാങ്ങി കഴിച്ചേക്കണേ. അള്ളാഹു അവർക്കൊക്കെ 2 ലോകത്തും അതിന്റെ ഗുണം കൊടുക്കട്ടെ. ഒരു വറ്റ ആഹാരം ആരുടെ കഴിച്ചാലും, ഒരു ഇറക്ക് വെള്ളം ആരുടെ വാങ്ങി കുടിച്ചാലും, അള്ളാഹുവേ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പള്ളിയിലെ ഉസ്താദിന് ചെലവ് കൊടുത്തു, ഒന്നും ചെറിയ കാര്യമല്ല സഹോദര. 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരാൾക്കല്ലേ നമ്മൾ ഭക്ഷണം കൊടുത്തത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നിന്റെ കൂട്ടുകാർക്ക്, നിന്റെ കൂടെ ജീവിക്കുന്നവർക്ക്, നീ കാണുന്ന നല്ല മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ചെലവ് ചെയ്താൽ
ആ പണത്തിനും അള്ളാഹു വലിയ പരിഗണന നൽകുക. പണം ചെലവഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കുടുംബത്തിന് വേണ്ടി കുടുംബം പുലർത്താൻ, കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയത്. രണ്ടാമത്തേത് പടച്ചോന്റെ മാർഗത്തിലുള്ള യാത്രക്ക് വന്നിട്ടുള്ള വഴിച്ചെലവ്, വാഹനച്ചെലവ്. മൂന്നാമത്തേത് ഒരു നല്ല മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്യാന്നുള്ളതിന് എന്തിനേറെ നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ കഷ്ണം, ഒരു ബിസ്ക്കറ്റ് കഷ്ണം ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുക. ആളെന്താരൊക്കെ നോക്കിയിട്ട് വേണം വായിൽ വെച്ചു കൊടുക്കാൻ. ഒരു തേങ്ങാക്കൊത്ത് വായിൽ വെച്ചു കൊടുത്താൽ, അതായത് ഒരു വിനോദ ലാഘവത്തോടു കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഒരു തേങ്ങാക്കൊത്തെടുത്ത് കടിക്കുക, തേങ്ങ എടുക്കുക, തേങ്ങ എന്നുള്ളൊരു ഉദാഹരണം. അപ്പൊ ഭാര്യ പറയാണ്, അല്ലെങ്കിൽ ഭർത്താവ് പറയാണ്, എന്ത് എന്ന് പറഞ്ഞാൽ വായിൽ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കോ എന്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ കൂലിയാ. നിന്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന അപ്പക്കഷ്ണം, ഒരു ബിസ്ക്കറ്റിന്റെ കഷ്ണം, അതിന് പോലും നിനക്ക് കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ 3 കാര്യങ്ങളോട് പറഞ്ഞു. പണം ചെലവ് ചെയ്താൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ള 3 കാര്യം. മഹാനായ അബൂ ഖിലാബ തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ കുടുംബം പുലർത്തുന്ന കാര്യത്തെ ആദ്യം പറഞ്ഞു. കാരണം അയ്യു റജുലിൻ അഅലമു അജ്റൻ മിൻ റജുലിൻ യസ്അ അലാ ഇയാലിഹി സിഗാർ. ഒരു ചെറിയ കുടുംബത്തെ ആണെങ്കിൽ പോലും പുലർത്താൻ വേണ്ടി ഒരു മനുഷ്യൻ ചെലവ് ചെയ്യുന്നതിന് തന്നെയാണ് ഏറ്റവും പരിഗണന. ആ ഒരു പരിഗണനയാണ് ഈ ഹദീസിൽ 3 കൂട്ടരെ പറഞ്ഞപ്പോൾ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഒരാൾ അധ്വാനിക്കുന്ന അധ്വാനത്തെ, ആ ചെലവിനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് ആ കാരണം കൊണ്ടാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അബൂ ഖിലാബ തങ്ങളെ പോലെയുള്ളവർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മഹാനായ സ്വഹാബി ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു, ഹബീബായ നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാന സ്വഹാബിയാണ്. ഇമാം ത്വബറാനിയുടെ മുഅ്ജമിലുണ്ട് ഈ ഹദീസ്. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന റജുല ഇദാ സഖംറഅതഹുൽ മാഅ ഉജ്റ. ഒരു മനുഷ്യൻ തന്റെ ഭാര്യക്ക് കുടിക്കാൻ വെള്ളം കൊടുത്താൽ അതിന്റെ പേരിൽ അവന് കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യക്ക് കുടിക്കാൻ ഭർത്താവ് വെള്ളം എടുത്തു കൊടുക്കുക. പാവപ്പെട്ടവള് ഇരുന്ന് പോയി, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നില്ലേക്ക, നിങ്ങൾ ഒത്തിരി വെള്ളം കൊടുക്കോ. പിന്നെ ഞാൻ ഇപ്പം വെള്ളം എടുത്ത എൻ്റെ ആ ഒരു വലിയ മഹത്തായ ഒരു പദവി ഉണ്ടല്ലോ, വീട്ടിലെ കാർന്നൂര് അല്ലെങ്കിൽ വീട്ടിലെ കുടുംബനാഥൻ ഭർത്താവ്, വലിയ പദവിയല്ലേ, ഞാൻ അതിൽ നിന്ന് താഴെ പോവും. അങ്ങനെയല്ല, റസൂൽ അത് പറഞ്ഞു സ്വഹാബികളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ ഭർത്താവെ നീ അത് എടുത്തു കൊടുക്കലിന് കൂലിയ. നേരെ തിരിച്ചുകൊണ്ടിട്ടോ, ഭാര്യ വിളമ്പി കൊടുത്താ, ഭർത്താവിന് വിളമ്പി കൊടുത്താ അവൾക്ക് അതിന് കൂലിയുണ്ട്. അവൾ അത് ചെലവ് ചെയ്യുന്നു എന്ന കൂലിയ. ഒരു ഉദാഹരണം, അത്താഴത്തിനുള്ള ഭക്ഷണം ഭർത്താവിന് ഭാര്യ വിളമ്പി കൊടുക്കുക, മക്കൾക്ക് ഉമ്മ വിളമ്പി കൊടുക്കുക. ആ വിളമ്പുന്ന ആൾക്കൊരു കൂലിയുണ്ടേ, വിളമ്പുന്ന ആൾക്ക് കൂലിയുണ്ട്. പടച്ചോനെ കൂലി കിട്ടണമെന്ന് മനസ്സിലങ്ങോട്ട് കരുതിയിട്ട് ബിസ്മി ചൊല്ലി അങ്ങോട്ട് വിളമ്പ. അള്ളാഹു ആ കുടുംബത്തിൽ ബർക്കത്ത് തരൂലേ? അള്ളാഹു ആ കുടുംബത്തിലല്ലേ ബർക്കത്ത് തരാ, ആ ഭക്ഷണത്തിലല്ലേ ബർക്കത്ത്. ആ മനുഷ്യനൊരു ബർക്കത്തുള്ള മനുഷ്യനല്ലേ. ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ട് വേണമെടോ ഒരു പൂച്ചയ്ക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ. ഒരു കാക്കയ്ക്ക് നമ്മൾ മീൻ കഴിച്ചു, മീൻ പൊരിച്ചത് കഴിച്ചിട്ട് അതിന്റെ മുള്ളിങ്ങനെ വലിച്ചെറിയാന്ന് വെക്കാം. ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് കളഞ്ഞാലും അതും മറ്റു ജീവികൾക്ക് ഭക്ഷണാണ്. അപ്പോഴും ബിസ്മി ചൊല്ലിയിട്ട് വേണം, അതും ഭക്ഷണാണ്. നമുക്ക് വേണ്ടാതായത് മറ്റു ജീവികൾക്ക് വേണ്ടുന്നതാണ്, അതും ബിസ്മി ചൊല്ലിയിട്ട് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി, ഇമാം ത്വബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്. ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന റജുല ഇദാ സഖംറഅതഹുൽ മാഅ ഉജ്റ. ഒരു മനുഷ്യൻ, ഒരു ഭർത്താവ് തന്റെ ഭാര്യക്ക് വെള്ളം കൊടുത്താൽ ആ ഭർത്താവിന് അതിൽ കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, ഞാൻ ആ സദസ്സിലുണ്ട്. ഞാൻ ആ സദസ്സിൽ നിന്നും ഫഖുംതു ഇലൈഹാ, ഞാൻ എണീറ്റു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് അവൾ എന്നോട് വെള്ളമൊന്നും ചോദിച്ചില്ല. ഞാൻ ചെന്ന വഴിക്ക് കുറച്ച് വെള്ളം എടുത്ത് ഫസഖൈതുഹാ മിനൽ മാഇ, കുറച്ച് വെള്ളം എടുത്തു കൊടുത്ത് വേഗം കുടിച്ചോളാൻ പറഞ്ഞു. ഭാര്യ ഓർത്തു, എന്തായിരിക്കും ഇപ്പൊ വെള്ളമൊക്കെ തരുന്നത്. ഭർത്താവ് വെള്ളം കൊടുത്തു, ഭാര്യ വേഗം സന്തോഷത്തോടു കൂടെ ആ വെള്ളം കുടിച്ചു. കുടിച്ചിട്ട് വെച്ച് എന്തു പറ്റി? അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞത്, പെണ്ണെ ഞാൻ റസൂലുള്ളാഹിയുടെ അടുത്ത് നിന്ന് വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടെ ഇപ്പൊ നടന്ന ചർച്ച എന്തെന്ന് ചോദിച്ചാൽ, ഭർത്താവ് ഭാര്യക്ക് വെള്ളം കൊടുത്താൽ ഭാര്യ വെള്ളം കുടിച്ചാണ്ടല്ലോ ഭർത്താവിന് കൂലി ഉണ്ടെന്നാ. എനിക്ക് ആ കൂലി വേണം പെണ്ണേ, എനിക്ക് ആ കൂലി കിട്ടാനാ ഞാൻ നിനക്ക് വെള്ളം തന്നതെന്ന് മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുകയാ. അത്രത്തോളം നമ്മുടെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അതിനൊക്കെ ജുമുഅ നിസ്കാരത്തിന് മതം കൊടുത്ത അതേ പദവിന്യാസമാണ്, അതേ അക്ഷരക്രമീകരണമാണ്. വസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ വലിയ കാര്യമാണ്. നമ്മൾ ഈ ഒരു പ്രാധാന്യം നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നലെ ക്ലാസ്സിൽ ഫിത്രത്ത് എന്ന് പറയുന്ന ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പലർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ സത്യപ്രകൃതം, അടിസ്ഥാനപരമായി മനുഷ്യനിലുണ്ടാകുന്ന സത്യപ്രകൃതം, ഹഖിനെ സ്വീകരിക്കാനുള്ള ജന്മനാലുള്ള ഒരു വാസനയുണ്ട്. അതാണ് ഫിത്രത്ത്. അള്ളാഹു കബൂലാക്കട്ടെ.